യാത്ര ചെയ്യാനും പ്രിയപ്പെട്ടവരെ വിദേശത്തേക്ക് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് മലയാളി കുടുംബങ്ങളെയും പ്രവാസി പ്രൊഫഷണലുകളെയും സംബന്ധിച്ച് ഏറ്റവും വലിയ കടമ്പകളിൽ ഒന്നാണ് US വിസ ഇന്റർവ്യൂവിനായുള്ള കാത്തിരിപ്പ് സമയം. പ്രത്യേകിച്ചും ഇന്ത്യയിലെ US എംബസിയിലും കോൺസുലേറ്റുകളിലും വിസിറ്റർ വിസകൾക്ക് മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളവും കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത് വലിയ പ്രതിസന്ധിയാണ് പലർക്കും സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ബാക്ക്ലോഗുകൾ പരിഹരിക്കുന്നതിനായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഇന്ത്യൻ US കോൺസുലാർ സർവീസും സംയുക്തമായി പുതിയ തന്ത്രപ്രധാനമായ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിസ അപ്പോയിന്റ്മെന്റ് വെയിറ്റിംഗ് ടെസ്റ്റ് ഗണ്യമായി കുറയ്ക്കാനും ഡ്രോപ്പ് ബോക്സ് സേവനങ്ങൾ വിപുലീകരിക്കാനും ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിയമമാറ്റങ്ങളും പ്രവർത്തന തന്ത്രങ്ങളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോവിഡിന് ശേഷമുള്ള യാത്രാ തിരക്കും ജീവനക്കാരുടെ കുറവും കാരണം ഡൽഹി, മുംബൈ, ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത എന്നീ US കോൺസുലേറ്റുകളിൽ B1, B2 വിസിറ്റർ വിസകൾക്കുള്ള കാത്തിരിപ്പ് സമയം റെക്കോർഡ് തലത്തിലായിരുന്നു. US-ലുള്ള പ്രവാസി മലയാളികൾക്ക് തങ്ങളുടെ മാതാപിതാക്കളെ സന്ദർശനത്തിനായി കൊണ്ടുവരാനോ അല്ലെങ്കിൽ കുടുംബത്തിലെ അടിയന്തര ആവശ്യങ്ങൾക്കായി നാട്ടിലുള്ളവർക്ക് US-ലേക്ക് യാത്ര ചെയ്യാനോ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാത്തത് വലിയ തടസ്സമായിരുന്നു. ഇതിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോൺസുലാർ വിഭാഗം ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഡോക്യുമെന്റ് പ്രോസസ്സിംഗുകൾ വേഗത്തിലാക്കാനും നടപടി സ്വീകരിച്ചത്. പുതിയ ഉത്തരവുകൾ പ്രകാരം പ്രധാനമായും ഡ്രോപ്പ് ബോക്സ് അഥവാ ഇന്റർവ്യൂ വേവിയർ പ്രോഗ്രാം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുൻപ് US വിസ എടുത്തിട്ടുള്ള വ്യക്തികൾക്ക് ചില പ്രത്യേക മാനദണ്ഡങ്ങൾക്ക് വിധേയമായി നേരിട്ടുള്ള ഇന്റർവ്യൂ ഇല്ലാതെ തന്നെ വിസ പുതുക്കാൻ സാധിക്കും. നേരത്തെ വിസ വാലിഡിറ്റി തീർന്ന് 48 മാസത്തിനുള്ളിൽ അപേക്ഷിക്കുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ചില ആനുകൂല്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും ഇളവുകളും നൽകിക്കൊണ്ട് ബാക്ക്ലോഗുകൾ ഒഴിവാക്കാനാണ് ഇമിഗ്രേഷൻ വിഭാഗം ശ്രമിക്കുന്നത്. ഇതിലൂടെ നേരിട്ടുള്ള ഇന്റർവ്യൂവിന് വരേണ്ട അപേക്ഷകരുടെ എണ്ണം കുറയ്ക്കാനും ആദ്യമായി വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്കായി കൂടുതൽ സ്ലോട്ടുകൾ മാറ്റിവെക്കാനും കോൺസുലേറ്റുകൾക്ക് സാധിക്കും. രണ്ടാമത്തെ സുപ്രധാന മാറ്റം B1, B2 വിസിറ്റർ വിസ അപ്പോയിന്റ്മെന്റുകളിലെ കാലതാമസം കുറയ്ക്കുന്നതാണ്. വിസിറ്റിംഗ് വിസ ലഭിക്കാൻ 400 മുതൽ 500 ദിവസങ്ങൾ വരെ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് കാത്തിരിപ്പ് സമയം 100 ദിവസത്തിൽ താഴെയായി കുറയ്ക്കുക എന്നതാണ് US ഇമിഗ്രേഷൻ ലക്ഷ്യമിടുന്നത്. ഇതിനായി പ്രത്യേക വാരാന്ത്യ ഇന്റർവ്യൂ ദിനങ്ങൾ സജ്ജമാക്കാനും മറ്റ് രാജ്യങ്ങളിലെ US കോൺസുലേറ്റുകളിൽ നിന്ന് താൽക്കാലികമായി അധിക കോൺസുലാർ ഓഫീസർമാരെ ഇന്ത്യയിലേക്ക് നിയോഗിക്കാനും തടസ്സമില്ലാതെ സേവനം ഉറപ്പാക്കാനും നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. കൂടാതെ H1B, L1 തുടങ്ങിയ പ്രൊഫഷണൽ വർക്കർ വിസകളിൽ കഴിയുന്ന IT പ്രൊഫഷണലുകൾക്കും മറ്റ് ജീവനക്കാർക്കും ആശ്വാസമാകുന്ന പുതിയ നടപടികളും പ്രാബല്യത്തിൽ വരുന്നുണ്ട്. US-നുള്ളിൽ വെച്ച് തന്നെ വർക്ക് വിസകൾ പുതുക്കാനുള്ള ഡൊമസ്റ്റിക് വിസ റിന്യൂവൽ പൈലറ്റ് പ്രോഗ്രാമുകളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് ഇതിൽ സുപ്രധാനമാണ്. ജോലി ആവശ്യങ്ങൾക്കായി നാട്ടിൽ വരുമ്പോൾ വിസ സ്റ്റാമ്പിങ്ങിനായി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നത് കാരണം നിരവധി മലയാളികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ വൈകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഡൊമസ്റ്റിക് റിന്യൂവൽ പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നതോടെ നാട്ടിൽ വന്ന് വിസ സ്റ്റാമ്പ് ചെയ്യേണ്ട ആവശ്യകത പലർക്കും ഒഴിവാക്കാൻ സാധിക്കുന്നു. വിദ്യാർത്ഥികൾക്കായി F1, M1 വിസ പ്രോസസ്സിംഗിലും പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. US സർവകലാശാലകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇന്റർവ്യൂ സ്ലോട്ടുകൾ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക അക്കാദമിക് സ്ലോട്ടുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സമയബന്ധിതമായി വിസ ഉറപ്പാക്കാൻ സഹായിക്കും. US വിസയ്ക്കായി അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നവർ ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഔദ്യോഗിക US ട്രാവൽ ഡോക്സ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത കോൺസുലാർ പോർട്ടലുകൾ വഴി മാത്രം അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യുക. വ്യാജ വിസ ഏജന്റുമാരുടെയോ വിസ സ്ലോട്ട് ബുക്കിംഗ് ഏജൻസികളുടെയോ കെണിയിൽ വീഴരുത്. ഒഫീഷ്യൽ സ്ലോട്ടുകൾ ഇടയ്ക്കിടെ പുനഃക്രമീകരിക്കപ്പെടുന്നതിനാൽ പോർട്ടലിൽ കൃത്യമായി പരിശോധിച്ച് വേഗത്തിൽ തീയതികൾ കണ്ടെത്താവുന്നതാണ്. കൂടാതെ ആവശ്യമായ DS-160 ഫോമിലെ വിവരങ്ങൾ കൃത്യമായും സുതാര്യമായും പൂരിപ്പിക്കാനും സ്പോൺസർഷിപ്പ് ഡോക്യുമെന്റുകൾ കൃത്യമായി സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം. US വിസ പ്രോസസ്സിംഗിൽ ഉണ്ടായിരുന്ന വലിയ കാലതാമസത്തിന് പരിഹാരമാകുന്ന രീതിയിലാണ് പുതിയ കോൺസുലാർ പരിഷ്കാരങ്ങൾ വരുന്നത്. ഇന്റർവ്യൂ വേവർ ഇളവുകളും അധിക സ്ലോട്ടുകളും ശരാശരി പ്രയോജനപ്പെടുത്തിയാൽ പ്രവാസി മലയാളി കുടുംബങ്ങൾക്കും പ്രൊഫഷണലുകൾക്കും യാത്രകൾ കൂടുതൽ എളുപ്പത്തിലും കൃത്യസമയത്തും ആസൂത്രണം ചെയ്യാൻ സാധിക്കും. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.